ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവരുടെ ഒരു ക്ലിക്ക് ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യമായി മാറും. അവരുടെ വരകൾക്ക് ജീവനുണ്ടാകും, വരികൾക്ക് ആഴമുണ്ടാകും. മലയാള പത്രപ്രവർത്തന രംഗത്തെ ഫോട്ടോഗ്രാഫിയുടെ കുലപതി, മലയാള മനോരമയുടെ മുൻ പിക്ചർ എഡിറ്റർ, ചിത്രകാരൻ, എഴുത്തുകാരൻ, അതിലുമപ്പുറം തിരുവിതാംകൂർ ചരിത്രത്തെ ക്യാൻവാസിലാക്കി രംഗമാളിക കൊട്ടാരത്തിൽ ഒരു അത്ഭുത മ്യൂസിയം തീർത്ത പ്രതിഭ ശ്രീ ബി ജയചന്ദ്രൻ ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നേരിട്ടെത്തുന്നു. ശ്രീ ബി ജയചന്ദ്രൻ അവർകളെ ചരിത്രം ക്യാമറ കണ്ണുകളിലൂടെ എന്ന ഡോക്യുമെന്ററിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. 1982 തൊട്ടാണ് മനോരമയിലെ ഫോട്ടോഗ്രാഫറായി തുടങ്ങുന്നത്, അങ്ങനെ തന്നെയല്ലേ? ആണ്. പക്ഷേ ഈ 1982 മുതലാണ് താങ്കളുടെ ഫോട്ടോഗ്രാഫി ചരിത്രം തുടങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ പുറകോട്ട് എവിടുന്നോ ആണ് ഇതിന്റെ ഒരു തീ ആദ്യം അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അത് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു രംഗത്തിലേക്ക് കടന്നു വന്നതാണ്? എൻ്റെ പിതാവ് TR ഭാസ്കരൻ നായർ എന്ന് പറയും. അദ്ദേഹം ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ തമിഴ്നാട് ബോർഡറിലെ കുലശേഖര ഭാഗമാണ് അവരുടെ തറവാട്. അവിടുന്ന് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ്, അച്ഛനും അച്ഛൻ്റെ ബ്രദേഴ്സ് ചെന്നൈയിലേക്ക് എത്തി. അത് 40 കഴിഞ്ഞു. 40 അപ്പോൾ പോയി. അന്ന് അവിടെ സിനിമയൊന്നും ഫ്ലറിഷ് ചെയ്ത കാലഘട്ടമല്ലേ. അപ്പം രാജമാണിക്യം കമ്പനി എന്നും പറഞ്ഞൊരു കമ്പനിക്ക് നാടക കമ്പനി, അതിൽ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പം ഇവിടെ തന്നെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ R മാധവൻ, K മാധവൻ, അന്നത്തെ പ്രശസ്തരായിട്ടുള്ള പരപ്പുകാർ. അപ്പം അച്ഛനും ആ സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈയിൽ ചെല്ലുന്നു. അപ്പം R മാധവൻ്റെ കൂട്ടത്തിൽ ഇതിലേക്ക് അന്ന് MGR, ശിവാജി ഗണേശൻ, MR രാധ അവരൊക്കെ ഇതിലാണ്, ഈ രാജമാണിക്യ കമ്പനിയിലാണ് വർക്ക് ചെയ്ത്, നാടക കമ്പനിയിൽ. അങ്ങനെ അതിൽ നിന്ന് ഗ്രാജുവലി പിന്നെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൻ്റെ ഒക്കെ ഓണറുണ്ടല്ലേ, സുബ്രഹ്മണ്യം. അപ്പം അദ്ദേഹം ഇവിടെ സിനിമ ശാല തുടങ്ങുന്നല്ലോ, തിയേറ്റർ. അപ്പം അല്ലെങ്കിൽ അവിടെ തുടങ്ങുന്നു. അപ്പം അങ്ങനെ ഈ അച്ഛൻ്റെ സുഹൃത്തുക്കളും ഗ്രാജുവലി പതുക്കെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക്. അപ്പം സിനിമയുടെ ഇത് ആരംഭിക്കുകയാണ് ഇവിടെ. പിന്നെ കലാനിലയം നാടകം ഇവിടെ ആരംഭിച്ചു. അപ്പം അങ്ങനെ അച്ഛനും അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു, തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ സുബ്രഹ്മണ്യം അദ്ദേഹം ന്യൂ തിയേറ്ററുള്ള, ഇപ്പോഴത്തെ ന്യൂ തിയേറ്ററിൻ്റെ പുറകിൽ ഒരു ഗാലറി അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു, തിയേറ്റർ പോലെ തന്നെ ഒരു ഗ്രീൻ റൂം ഉണ്ടായിരുന്നു. വലിയ തിയേറ്ററിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രീൻ റൂം. അവിടെ അത്രയും ഫ്രീ ആയിട്ട് ഈ ആർട്ടിസ്റ്റുകൾ പൊഴിച്ചു പോകും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. അപ്പം അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന എന്നെ കല്യാണമായിട്ട് അമ്മയുടെ തറവാട് പിഴിഞ്ഞുമായിരുന്നു. ഒരു പഴയൊരു ഫാമിലി. അപ്പോൾ അങ്ങനെ ക്ഷേത്രവും മറ്റു കാര്യങ്ങളും അവിടെ ഈ ക്ഷേത്രങ്ങളിൽ വരയ്ക്കാനായിട്ടാണ് അച്ഛൻ അവിടെ വരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഗ്രാജുവലി ഞാൻ സ്വന്തമായിട്ട് പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യം അദ്ദേഹം കൊടുത്ത അതല്ലെങ്കിൽ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് കലാനിലയത്തിൻ്റെ അങ്ങനെ തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്യും. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് 50കളിൽ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നു. അച്ഛനങ്ങനെ തകരപ്പറമ്പ് ജംഗ്ഷനിൽ ഓർബിറ്റ് തുടങ്ങുന്നു. അച്ഛൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് കൂടുന്നത്, പരപ്പുകാരും എഴുത്തുകാരും ഒക്കെ ഒന്ന് കൂടുന്ന സ്ഥലം അതായത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഓർമ്മ അങ്ങനെ അവിടെ നിന്നാണ് അച്ഛൻ. പിന്നെ ഞാൻ വളർന്നു വരുന്നതോറും ഞാൻ ഫ്രീ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ എനിക്കൊരു ഫ്രീഡം തരും. സ്കൂളിലും കോളേജിലൊക്കെ പ്രീ ഡിഗ്രിക്ക് ഞാൻ MG കോളേജിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന കാലത്തും ഞാൻ നേരെ അച്ഛൻ്റെ ആർട്സിലാണ് വരുന്നത്. ബ്രഷ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയും, ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് എഴുതാൻ തുടങ്ങും. അങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് നാടകം എഴുതും. അപ്പോൾ എനിക്കൊരു ഇത്രയില്ല എഴുത്തിനും. ബ്രഷ് കൂടെ പെയിൻറ്റ് ചെയ്യും അച്ഛൻ്റെ. അന്ന് ഈ സ്റ്റുഡിയോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടമല്ലേ. അപ്പം അന്ന് എല്ലാ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയുള്ള എല്ലാ സ്റ്റുഡിയോക്കാരും പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കാൻ അച്ഛൻ്റെ കൊണ്ടുപോകും അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ഫോട്ടോ സ്റ്റുഡിയോകളുമായിട്ട് ബന്ധം. അങ്ങനെ ഞാനും ബ്രഷ് എടുക്കും, അവർക്ക് വേണ്ടിയൊക്കെ ചൂടി അവരെ പരിചയപ്പെടും. ഒക്കെ ഇങ്ങനെ എനിക്കൊരു ആഘോഷമായിരുന്നു പഠിക്കുന്ന കാലം. അപ്പം ചിത്രകലയിൽ നിന്നാണ് ആരംഭം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഭാസ്കര പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനവിടെ പോകുമ്പോൾ അവിടെ ഈ ഡാർപ്പിന് അച്ഛന് പരിചയമുള്ളവരാണല്ലോ എല്ലാം.
അപ്പോൾ എന്നെ ഡാർക്ക് റൂമിൽ കയറ്റി ഈ ഫിലിം അങ്ങനെ വാച്ച് ചെയ്തൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് എഴുതിയതിന് ശേഷം ഒരു 2-3 4-5 മാസം അവിടെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഒരാളേക്ക് അവിടെ നിൽക്കുന്ന ആ ലെവലിൽ തന്നെ ചായ ഒക്കെ ഞാൻ തന്നെ വാങ്ങിച്ചാൽ കൊടുക്കും, ജോലിക്ക് നിൽക്കുന്നത് പോലെ. അങ്ങനെ ഒരു 3-4-5 മാസം കൊണ്ട് ഫോട്ടോഗ്രാഫിയുടെ ഒരു ബേസ് ഞാൻ പഠിച്ചു. അവരെനിക്ക് പറഞ്ഞു തരും. അച്ഛൻ്റെ കൂടെ വരക്കിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ആയി മാർവേൻസി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മാർവേൻസിൽ NCCക്ക് അപ്പോഴാണ് ചെയ്തു. അങ്ങനെ NCC മാത്തമാറ്റിക്സ് ഡിഗ്രി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. NCCയുടെ ഒക്കെ അവിടുത്തെ യാത്ര ഇങ്ങനെ കൽക്കട്ട, ഒറീസ, ഡൽഹി, ഇങ്ങനെ NCCയുടെ പേരിൽ യാത്ര, പിന്നെ പഠിത്തവും. അങ്ങനെ ഫൈനൽ ഇയർ ആയി. അപ്പോൾ ഞാൻ C സർട്ടിഫിക്കറ്റ് എന്നുള്ളവർക്ക് ആർമിയിൽ കിട്ടും. അപ്പോൾ എനിക്കൊരു ഇന്ത്യ യാത്ര ചെയ്യണം. ഇപ്പോൾ ഒരു പട്ടാളക്കാരനാവുന്നതാണ് നല്ലത്. തൽക്കാലം എഴുത്തൊക്കെ നിർത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ ഫൈനൽ ഇയർ ആയപ്പോൾ അച്ഛൻ മരിക്കുന്നത്. പെട്ടെന്ന് മരിക്കുമ്പോഴത്തേക്ക് ഞാൻ C സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നു. പക്ഷേ ഡിഗ്രിയും അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ വീണ്ടും ഇങ്ങനെ അച്ഛൻ്റെ സ്ഥാപനത്തിലിരുന്ന് രാത്രി പഠിക്കും. തേരപ്പുറപ്പ് ജംഗ്ഷനിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ വന്ന് കൂടും. അന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ മാർവേൻസിൽ ഞാൻ ഇവാനിസിലാണ് പഠിച്ചത്. എല്ലാവരും വന്ന് കൂടും. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായി. പിന്നെ ആർട്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പറ്റും. അങ്ങനെ ഇപ്പം ഞാൻ വരച്ചു കൊടുക്കുക. അന്നത്തെ സ്റ്റുഡിയോ അല്ലെങ്കിൽ കവർ ഡിസൈൻ എല്ലാം ചെയ്യും. എല്ലാം ഒരുപാട് കണ്ടിന്യൂ ചെയ്തില്ല. ഡിഗ്രി പാസ്സായി. എന്നിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അവിടെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നും പറഞ്ഞിട്ട് തേരപ്പുറപ്പിൽ തന്നെ അവിടെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രൈവറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ തന്നെ MA ചേർന്നു. അങ്ങനെ അവിടെ ക്ലാസ്സിലൊന്നും അധികം പോകത്തില്ല. പക്ഷേ ഈ വർക്കും ഇങ്ങനെ യാത്ര ചെയ്യും. ഇതുമായിട്ട് ഫ്രണ്ട്സും ഒക്കെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും വരും. ഈ ആർട്ടിസ്റ്റ് അദ്ദേഹം വരും. ഇങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളായി. ഒരു ഫ്രണ്ട് കൊല്ലത്ത് ന്യൂബാര സ്റ്റുഡിയോയിൽ ഒരു വിഷുന്നായിരുന്നു അദ്ദേഹം. പിന്നെ അതേ ഒരു സംബന്ധം ഇവിടെ നിനക്കൊരു ക്യാമറ എനിക്ക് തരണം, ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ മാമ എന്നാ വിളിച്ചപ്പം ഞാനിവിടെ കൊല്ലത്ത് വരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അതേ ക്യാമറ, ഒരു മമ്മിയ C330 ക്യാമറ ഒന്നും ഞാൻ വരുന്ന കാലിലൊക്കെ തൊട്ട് തൊഴുതിട്ട്. അന്ന് ആ ക്യാമറയ്ക്ക് ഒരു എത്ര രൂപ വില? അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ വില അനുസരിച്ച് ഒരു 15,000 ഒക്കെ ഉണ്ടായിരുന്നു. 120 ക്യാമറ 12 പടം എടുക്കാം. അന്ന് അതേ ഉള്ളൂ. ഇവിടെ 35 mm ക്യാമറ ഇവിടെ അവൈലബിൾ അല്ല. 12 എടുക്കാവുന്ന ഫിലിം എടുക്കാവുന്ന ക്യാമറ. അപ്പോൾ അതെനിക്ക് തന്നു. ഞാനും കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നടന്നിരിക്കാൻ. ചിലപ്പോൾ ആരെങ്കിലും കല്യാണത്തിന് കൂടി ഞാൻ കൂടെ പോയി കിടന്ന് പടമൊക്കെ എടുത്ത് പോകും. അപ്പോൾ അച്ഛൻ്റെ ഞാൻ മുമ്പ് പഠിക്കുന്ന കാലത്ത് ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ ട്യൂട്ടർ കോളേജിലും ഒക്കെ. അപ്പോൾ അതിൽ നിന്നുള്ള അപ്പോൾ എല്ലാ അച്ഛൻ്റെ സുഹൃത്ത് മലത്ര പോകും. അങ്ങനെ നമ്മൾ കുളത്തപ്പുഴ ദിവസം ഞാൻ രാത്രിയിൽ അവിടെ ചെല്ലുന്നു. അവിടെ താമസിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും ഒരു കുളത്തപ്പുഴ ജംഗ്ഷനിൽ ഒരു മില്ല് നടത്തി. ചാക്കോച്ചാൻ എന്നാ പേര്. അപ്പം ഞാൻ കുളത്തപ്പുഴ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം പോലെ അച്ഛൻ കാപ്പി കുടിച്ചിട്ട് ചാക്കോച്ചാൻ എന്നാ അദ്ദേഹത്തിൻ്റെ മില്ലിൻ്റെ ചാക്കോ എന്നാണ് പറയുന്നത്. അതേ ഞാൻ മകനെ പോലെയൊക്കെ വളർന്നതിനൊക്കെ ഞാനവിടെ പോകുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഒരു ക്യാമറ ഒരു പേപ്പറും കൊണ്ടുവന്നു. ചാക്കോച്ചൻ്റെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, വൈഫ്. എടാ നീ നോക്കടാ പത്രം എന്നും പറഞ്ഞ് മനോരമ എടുത്ത് കാണിച്ചിരുന്നു. ഇതിന് നിനക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ അറിയാമല്ലോ, ഇത് അപ്ലൈ ചെയ്ത് നോക്കും. പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ്, ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഇട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട്. അവൻ നോക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഞാൻ ഈ പത്രം എടുത്തോട്ടോ എന്നും പറഞ്ഞിട്ട് ഞാനത് ബാഗിൽ വെച്ചു. ഞാൻ അവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഞാൻ വെറുതെ ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് മനോരമയിൽ ഞാൻ അപ്ലൈ ചെയ്തത്. അവൻ മനോരമയിൽ നിന്ന് വിളിച്ച് ഞാൻ കോട്ടയത്ത് പോകുന്നു. ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു 81 പകുതി ആയപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിൽ വിളിക്കും. ഇന്ന പോലെയല്ല, ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫി ഒന്നും കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ എന്നോട് അന്നത്തെ ചീഫ് എഡിറ്റർ K. മാത്യു സാറ്, അന്ന് ഇന്നത്തെ പോലെയല്ല, എല്ലാ എഡിറ്റോറിയൽ ബോർഡും വരും. ആദ്യമായിട്ടാണ് ഈ വെസ്റ്റേൺ കൺട്രീസിനെ പോലെ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ടെസ്റ്റായിരുന്നു. അങ്ങനെ ആ ടെസ്റ്റ് നടത്തിയിട്ട് 5 പേരെ തിരഞ്ഞെടുക്കുന്നു. 5 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ വിക്ടർ ജോർജ്, അപ്പം വിക്ടറാണ് ആദ്യം 5 പേരെ വിളിച്ചിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ഹെഡ് ഓഫീസിൽ. അപ്പം വിക്ടറാണ് ആദ്യം കളിച്ചിട്ടത്, വിക്ടർ ജോർജ്. അപ്പോൾ വിക്ടർ പോയി. അപ്പം മൂന്നാമത് ഞാനെ വിളിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിയപ്പോൾ എല്ലാവരും ഉണ്ട്. അന്നത്തെ എഡിറ്റേഴ്സ് TK നായർ സാറ്, VKB സാറ്, തോമസ് ജേക്കബ് സാറ്, ചീഫ് എഡിറ്റർ, പിന്നെ T. നാരായണൻ ഫോട്ടോഗ്രാഫർ, പിന്നെ MK വർഗീസ്. ഇങ്ങനെ 10-12 പേരുടെ ഒരു ഇതാണ്. ആദ്യമായിട്ടൊരു എഡിറ്റോറിയൽ സ്റ്റാഫായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെ എടുക്കുന്ന ഒരു വളരെ ഗൗരവമായിട്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ അത് തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് വന്നത് വരുമ്പോൾ മെസ്സേജ് വരും, തൽക്കാലം വേക്കൻസി ഇല്ല എന്നും പറഞ്ഞിട്ട്.
അങ്ങനെ എൻ്റെ ആർട്സിൽ അപ്പോൾ വിക്ടറെ ആദ്യം എടുത്തു കോട്ടയത്ത്, ഫോട്ടോ ജേർണലിസ്റ്റ് ഇതായിട്ട്. അങ്ങനെ ആദ്യം പിന്നെ ചുമ്മാർ സാർ, എനിക്ക് ചുമ്മാർ സാറിന് അറിയില്ല, അന്ന് ഇന്റർവ്യൂ ഒന്നും വന്നില്ല. ഇവിടെ ശാന്തിനഗറായിരുന്നു ഓഫീസ് തിരുവനന്തപുരത്ത്, ബ്യൂറോ ആണ്. അന്ന് എഡിഷൻ ഒന്നുമില്ല, മനോരമയ്ക്ക് ഒരു ബ്യൂറോ ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ രാവിലെ ഇപ്പോൾ ഒരു കാർ വന്നുണ്ട്. അന്ന് കാറൊക്കെ വളരെ കുറവല്ലേ, KLK 920. അപ്പം ഞാൻ ഓപ്പോസിറ്റുള്ളൊരു ചായ കടയുണ്ട്. അപ്പോൾ ഞാനും 2 ഫ്രണ്ട്സും കൂടെ രാവിലെ 9-10 മണിയായിരുന്നു ചായ കുടിക്കാൻ അവിടെ നിൽക്കുന്നു. അപ്പം ദൂരം നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ നിൽപ്പുണ്ട്, അല്ലേ, ഇങ്ങനെ കൈ കാണിച്ചു. എന്നെ വിളിച്ചു, സാറ് ആരാന്ന് ചോദിച്ചു. എൻ്റെ പേര് ചുമ്മാ. അത് നമ്മൾ സാറ് കേട്ടിട്ടുണ്ട്, സാറിൻ്റെ ഇതിനൊക്കെ മനോരമയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ട്. അല്ല ഇനിയിപ്പോൾ ഞങ്ങൾ വിളിച്ചാലൊക്കെ വരുമോ, ഇങ്ങനെയാണ് പറഞ്ഞു. എനിക്കൊരു 5 മിനിറ്റ് ആലോചിക്കണം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ശരി ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യാം. എനിക്ക് പറഞ്ഞാൽ ഞാൻ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. എന്നാലും ഇപ്പം ഞാൻ അങ്ങ് വന്ന് വിളിച്ചല്ലേ, ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന്. ശരി എപ്പോഴാണ്? അങ്ങനെ ഞങ്ങൾ കാർ തന്നെ കയറ്റി ഫ്രണ്ട് ചെയ്തിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് വെച്ചു. അപ്പോൾ ഈ പ്രസ് ഫോട്ടോഗ്രാഫിയൊക്കെ അറിയാമല്ലേ? എനിക്കറിയത്തില്ല. ഫോട്ടോ എടുക്കാൻ അറിയാം, ഈ ക്യാമറയിൽ അറിയാം, ഫോട്ടോ എടുക്കും, പക്ഷേ കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുമോ? നമ്മൾ കാർ ഓടിക്കത്തില്ല, സ്കൂട്ടർ ബൈക്കൊക്കെ ഓടിക്കും, അതൊക്കെ ഉണ്ട്, ഇപ്പോഴും സ്കൂട്ടറൊക്കെ ഉണ്ട്. ശരി നമ്മൾ ഓഫീസിൽ കയറി സംസാരിച്ച് കുറച്ചുകൂടെയൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നമുക്ക് കോൺട്രാക്ട് ബേസിലായാലോ തിരുവനന്തപുരത്ത്? ഇല്ല, ഞാൻ പറഞ്ഞു കോൺട്രാക്ട് ബേസിൽ എനിക്ക് പറ്റില്ല. പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എത്ര ശമ്പളം വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ എനിക്ക് 1 ഇയർ എനിക്ക് ജോലി കിട്ടും. ബാങ്കിലാണ് ആദ്യം കിട്ടുകയാണെങ്കിൽ, അന്നത്തെ ബാങ്കിൽ വർക്കില്ല, അന്നത്തെ എല്ലാവരുടെയും ഒരു ഹരം അതായിരുന്നു. ബാങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്കിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് 800 രൂപ ശമ്പളം കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾ 900 രൂപ വന്നാലോ ട്രെയിനിങ് പീരീഡ്? സന്തോഷം, എന്ന് വരാം, എന്ന് വേണം വരാം. ഇന്നിപ്പോൾ മാർച്ച് ഏപ്രിൽ 1 82 81 സംസാരിക്കുക, 82 മാർച്ചിലാണ് സംസാരിക്കുന്നത്. 81 ടെസ്റ്റ് ഇന്റർവ്യൂ, പിറ്റേന്ന് 81 അവസാനം എടുക്കുന്നു എന്നെ. ശരി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഏപ്രിൽ 1 അല്ലേ വരാനൊക്കെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വരാൻ. അവിടെ വന്നപ്പോഴത്തേക്ക് MK വർഗീസ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അതേ ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ എന്നെ തന്നു മനോരമ.